പ്രൈസ് ലോർഡ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എ ജേർണി ത്രൂ ദ ബൈബിൾ ബുക്സ് എന്ന സീരീസിൽ നമ്മൾക്ക് 35-ാമത്തെ ലെസൺ എടുക്കുവാൻ തക്കവണ്ണം ഇന്ന് കർത്താവ് സഹായിക്കുന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നതായ പാഠം ഉത്തമഗീതമാണ്. കേവലം 8 അധ്യായങ്ങൾ മാത്രമുള്ളതായ ഉത്തമഗീതമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നതായ പാഠം. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ചത് സഭാപ്രസംഗിയുടെ പുസ്തകമാണ്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ശലോമോൻ എഴുതിയതായ 3 പുസ്തകങ്ങളാണല്ലോ സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം എന്നുള്ളത്. സദൃശ്യവാക്യം എന്ന് പറയുന്നത് വളരെ ജ്ഞാനത്തിൻ്റെ വാക്കുകളാണ്. സഭാപ്രസംഗി എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ പോഷത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കർത്താവിനെ അനുസരിക്കുക, സേവിക്കുക എന്നുള്ളതായ മീനിങ്ങോടുകൂടെ അതെഴുതിയിരിക്കുമ്പോൾ, 3-ാമത്തെ പുസ്തകമായ ഈ കാവ്യപുസ്തകമായ ഉത്തമഗീതം, അതിൽ കാണുന്നത് സ്നേഹമാണ് ഏറ്റവും വലിയത് എന്നുള്ളതായ ആ ഒരു പൊരുളാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഉത്തമഗീതം എന്നുള്ളതായ പേരിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ഉത്തമമായ ഗീതം, ഏറ്റവും മെച്ചമായത്, നല്ലത് എന്നുള്ളതായ അർത്ഥത്തിലാണ് ഉത്തമമായ ഗീതം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവർ ലോർഡ് ഓഫ് ലോർഡ്സ്, കിങ് ഓഫ് കിങ്സ്, ഹോളി ഓഫ് ഹോളീസ് മുതലായ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് പോലെ തന്നെയാണ് സോങ് ഓഫ് സോങ്സ് എന്ന് ഈ പുസ്തകത്തിന് പേരെഴുതി കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അതിൻ്റെ ഉച്ചമായ നിലയിൽ ക്രമീകരിച്ചിരിക്കുന്ന, എഴുതിയിരിക്കുന്നതായ, ചൊല്ലിയിരിക്കുന്നതായ ഒരു ഗീതമാണ് ഉത്തമ ഗീതം എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഉത്തമഗീതം എന്ന് പറയുന്നതായ ഈ പുസ്തകം നമ്മളുടെ വീടുകളിലും സഭകളിലുമൊക്കെ വളരെ വിരളമായിട്ട് മാത്രമേ വായിക്കാറുള്ളൂ. കാരണം എന്താണ്? ഇതിനകത്ത് ലവ് ലാംഗ്വേജസ് ധാരാളം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബത്തിലും നമ്മൾ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ പുസ്തകങ്ങൾ വളരെ ചുരുക്കമായിട്ട് മാത്രമേ വായിക്കാറുള്ളൂ. എന്നാൽ പ്രസംഗിക്കുമ്പോൾ ചില വാചകങ്ങളൊക്കെ എടുത്ത് അതിനോട് ചേർന്ന് പ്രസംഗങ്ങൾ ഒക്കെ നടത്തുമെങ്കിൽ തന്നെയും ഈ പുസ്തകത്തെ മൊത്തമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടോ അതിൻ്റെ അർത്ഥമെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഈ ഗീതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടോ പലപ്പോഴും കേൾക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഇത് എഴുതിയതായ ശലോമോനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ 1 രാജാക്കന്മാർ 4:32 നമ്മൾക്ക് നേരത്തെ പഠിച്ചതാണ്. അവൻ സദൃശ്യവാക്യങ്ങളൊക്കെ എഴുതി, അവന് 3000 സദൃശ്യവാക്യങ്ങൾ എഴുതി എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 1005 ഗീതങ്ങൾ അവൻ എഴുതി. അപ്പോൾ ഗീതങ്ങളെന്ന് പറയുന്നത് ഈ ഉത്തമഗീതം പോലെയുള്ളതായ പല ഗീതങ്ങൾ അവൻ എഴുതി. അത് 1005 എണ്ണം എഴുതിയെന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ശലോമോൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ ഇത്രമാത്രം ജ്ഞാനവാക്കുകളൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ജീവിതത്തിൻ്റെ ഒടുവിലേക്ക് വന്നപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുവാൻ അവനെക്കൊണ്ട് ശരിയായിട്ട് പറ്റിയില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ചില വേദശാസ്ത്രികൾ ഒക്കെ പറയുന്നത് അവന് 700 ഭാര്യമാരും 300 വെപ്പാട്ടികളും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ അവൻ ഓരോ ഭാര്യമാർക്ക് വേണ്ടിയും അവൻ ഇതുപോലെയുള്ളതായ ആ ഗീതങ്ങൾ അവർക്ക് വേണ്ടി രചിച്ച് കാണും എന്നാണ് പറയുന്നത്. 1005 ഗീതങ്ങൾ മൊത്തം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഗീതം മാത്രമേ ഈ ബൈബിളിൽ ചേർത്തിട്ടുള്ളൂ.
പരിശുദ്ധാത്മാവ് ബൈബിളിൽ ഈ ഒരു ഗീതം മാത്രമാണ് സെലക്ട് ചെയ്ത് ബൈബിളിൽ ചേർക്കുവാനായിട്ട് അനുവദിച്ചിട്ടുള്ളത്, അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനിയും പല ചോദ്യങ്ങൾ നമ്മൾക്ക് ഈ പുസ്തകം പഠിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഉണ്ടായേക്കാം. നമ്മൾക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഇതിൽ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ളതായ ലവ് ലാംഗ്വേജസ് ഉള്ളതായ ഈ പുസ്തകം ഈ ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ബൈബിൾ എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് റിലീജിയസ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം മാത്രം പറയുന്നതായ ഒരു ബുക്കല്ലേ. ആ ബൈബിളിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പ്രസംഗിക്കുവാനായിട്ട് സാധിക്കും, പഠിപ്പിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതായ ചോദ്യം ചിലപ്പോൾ ചിലരെങ്കിലും ചോദിച്ചേക്കുവാനായിട്ടുള്ളതായ സാധ്യത ഉണ്ട്. അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ബൈബിളിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അത് ചുരുക്കമായിട്ട് പഠിച്ചാൽ ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ ഈ ബൈബിൾ നോക്കുമ്പോൾ അവിടെ ഒരു കഥയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വി വിൽ സീ വൺ സ്റ്റോറി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ലവ് സ്റ്റോറിയാണ്. ബൈബിളിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരു ലവ് സ്റ്റോറിയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ദൈവം ഒരു ബ്രൈഡിനെ അന്വേഷിക്കുന്നു. അത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ആണ് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പല പുസ്തകങ്ങളിലും പഴയ നിയമത്തിൽ ഒരു ബ്രൈഡിനെ പോലെ, ഒരു കൂട്ടാളിയെപ്പോലെ സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനും വേണ്ടി ദൈവം ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തതായിട്ട് കാണുന്നു. ഹോശേയ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം പറയുന്നതായ ചില വാക്കുകളുണ്ട് ഹോശേയ പ്രവാചകനോട്. നീ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ളതായ ഒരാളെ പോയി വിവാഹം കഴിക്കണം, എന്നിട്ട് കുഞ്ഞുണ്ടാകണം, അവർക്കൊക്കെ പേരിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിലായിട്ട് പറയുകയാണ് ഇത് ഇസ്രായേൽ മക്കളെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ഭാര്യയായിട്ട് തൻ്റെ ബ്രൈഡായിട്ട് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ കാക്കുന്നതായ അല്ലെങ്കിൽ കരുതുന്നതായ ഇസ്രായേൽ മക്കൾ ഐഡൽസിനെ അല്ലെങ്കിൽ ഈ ബിംബങ്ങളെയൊക്കെ സേവിക്കുവാൻ വേണ്ടി പോകുമ്പോൾ, അന്യ ദൈവങ്ങളെ ആരാധിക്കുവാൻ വേണ്ടി പോകുന്ന അവരെ ഒക്കെ കാണുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ എങ്ങനെ എനിക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും, എങ്ങനെ എനിക്ക് കീപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതായ ഒരു മെസ്സേജാണ് ഹോശേയ പ്രവാചകനിൽ കൂടെ കൊടുക്കുന്നത്. എന്നാൽ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ താൻ എത്രമാത്രം ക്ഷമിച്ചും സഹിച്ചും ആ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് പോയതായ ആ ഭാര്യയെ പോലും സ്വീകരിപ്പാൻ തക്കവണ്ണം വളരെ സ്നേഹത്തോടും കരുതലോടും ക്ഷമയോടും ആർദ്രതയോടും കൂടെ ദൈവം അവളെ അല്ലെങ്കിൽ ഇസ്രായേലിനെ തിരിച്ചു വിളിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഒരു ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം, ഒരു ഭാര്യ ഭർത്തൃ സ്നേഹമാണ് അവിടെ ദൈവം ഇസ്രായേലിനോട് കാണിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതായ മറ്റൊരു കാര്യമുണ്ടല്ലോ. അത് ആദാമിനെ ദൈവം ഉണ്ടാക്കി. അവൻ്റെ ജീവിതം അത്ര സുഖകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കിക്കൊടുത്തിട്ട് ഹൗവയെയും അവൻ്റെ ഭാര്യയായിട്ട് നൽകി. ആദം ഹൗവമാരെ ഏദൻ തോട്ടത്തിൽ വെച്ച് താൻ തന്നെ വാഴ്ത്തി അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവരുടെ വിവാഹം നടത്തി ഈ ലോകത്തിൽ വാഴുവാൻ വേണ്ടി അവരെ അനുഗ്രഹിച്ചു വിടുന്നു. സന്തതികൾ ഉണ്ടായി ഭൂമിയിൽ നിറയുക എന്നുള്ളതായ അനുഗ്രഹത്തോടു കൂടെയാണ് ആദം ഹൗവമാരെ വിടുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ മുതൽ നമ്മൾക്ക് കാണുന്നത് മനുഷ്യരുടെ ജീവിതം വളരെ ധന്യമായി തീരുന്നതിന് വേണ്ടി
ഒരു മനുഷ്യന് വേണ്ടി ഒരു കാന്തയെ ഒരുക്കിയവനായ കർത്താവ് അല്ലെങ്കിൽ ദൈവം. മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു. തൻ്റെ ജീവൻ പോലും കൊടുത്ത് തൻ്റെ കാന്തയായ സഭയെ സ്നേഹിക്കുന്നു. ആ ഒരു കാഴ്ചപ്പാടാണ് ഈ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, തൻ്റെ ജീവൻ കൊടുത്ത് തൻ്റെ കാന്തയെ സ്നേഹിച്ചു. ആ ഒരു റിലേഷൻഷിപ്പിലാണ് കർത്താവും സഭയും തമ്മിൽ. അപ്പോൾ അതുമാത്രവുമല്ല, കർത്താവ് ഈ ലോകത്തിൽ നിന്നും പോയിട്ട് ഒരു ഭവനം കാന്തയ്ക്ക് വേണ്ടി ഒരുക്കുവാനായിട്ട് പോയിരിക്കുമ്പോൾ തിരിച്ചു വരാമെന്നുള്ളതായ വാഗ്ദത്തം കൊടുത്തുകൊണ്ട് ഒരു ബ്രൈഡ് ഗ്രൂം വരുന്നത് പോലെ വന്ന് വെളിപ്പാട് പുസ്തകം ഒടുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു കല്യാണം, കുഞ്ഞാടിൻ്റെ കല്യാണം ഒരുക്കുന്നതായ ഒരു സ്റ്റോറിയിലാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ കാന്തയെ ചേർത്തുകൊണ്ട് ആ സ്വർഗനാട്ടിൽ ഈ ബ്രൈഡ് ഗ്രൂമും തമ്മിലുള്ളതായ കുഞ്ഞാടിൻ്റെ വിവാഹം നടന്നിട്ട് ഏറ്റവും മനോഹരമായ ജീവിതമാണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ഇനിയും ഈ പുസ്തകം എഴുതിയതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് അല്പകാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ശലോമോൻ ജീവിച്ചിരുന്നതായ കാലമെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്നതായ കാലം പോലെ അല്ലായിരുന്നു എന്ന് നമ്മൾക്കറിയാം. അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ പോലെയുള്ളതായ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും അന്ന് ഇല്ലായിരുന്നു. ഇന്നത്തെ പോലെ ടി വിയോ അല്ലെങ്കിൽ തിയേറ്ററോ ഒക്കെ സൗകര്യമായിട്ട് ഇല്ലായിരുന്നു എന്ന് നമ്മൾക്ക് അറിയാവുന്നതായ കാര്യമാണ്. എന്നാൽ അന്നും രാജാക്കന്മാരുടെ കാലത്ത് രാജധാനിയിൽ ഈ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഈ ആൾക്കാരൊക്കെ ധാരാളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കണം. ഉദാഹരണമായിട്ട് ഈ ശലോമോൻ്റെ അപ്പനായിരുന്ന ദാവീദും നല്ല ഒരു പാട്ടുകാരനായിരുന്നു. നല്ല വാദ്യഘോഷങ്ങൾ ഒക്കെ വായിക്കുന്നവനും ഒക്കെ ആയിരുന്നു. വാദ്യഘോഷങ്ങൾ മുഴക്കുന്ന അനേകരെ തിരഞ്ഞെടുത്ത് ആലയത്തിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയൊക്കെ അവൻ ശ്രദ്ധിച്ചിരുന്നു, അതിനുവേണ്ടി അപ്പോയിൻ്റ് ചെയ്തിരുന്നു എന്ന് നമ്മൾക്കറിയാവുന്നതായ കാര്യമാണ്. അപ്പോൾ ശലോമോൻ്റെ കാലം വന്നപ്പോൾ രാജധാനിയും അതുപോലെ തന്നെ ആലയമൊക്കെ നല്ലവണ്ണം പണിത് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ സംഗീതക്കാരെയും നൃത്തം ചെയ്യുന്നവരെയും വാദ്യഘോഷങ്ങൾ വായിക്കുന്നവരെയൊക്കെ വിളിച്ച് എല്ലാം വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവൻ ശേബാരാജ്ഞി വരെ അവിടേക്ക് കടന്നു വന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സമയങ്ങളിൽ തൻ്റെ ജ്ഞാനവാക്കുകൾ കൊണ്ട് നല്ല നല്ല ഗീതങ്ങൾ എഴുതി അവിടെ ഓഡിയൻസിനെയൊക്കെ രസിപ്പിക്കുകയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സജ്ജമാക്കി തീർക്കുകയും ചെയ്യുന്നതായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഗസ്റ്റുകളും രാജധാനിയിലുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ പുറകിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ യെരുശലേം പുത്രിമാർ ഒക്കെ അവിടെ നിന്ന് നല്ല പാട്ടുകൾ, നല്ല നൃത്തങ്ങൾ ഒക്കെ ചെയ്യുന്നു. അതിൻ്റെ കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾക്ക് ഓരോ പാട്ടുകളുടെ ഗതി അനുസരിച്ച് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഉത്തമഗീതം എന്ന് പറയുന്നതായ ഈ പാട്ടിൽ, ഈ സോങ്ങിൽ അല്ലെങ്കിൽ ഈ ഗീതത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കഥയിൽ പ്രധാനമായിട്ട് ചില കഥാപാത്രങ്ങളെ നമ്മൾക്കും ഇവിടെയും കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് എൻ്റെ പ്രിയൻ എന്നുള്ളതായ വാക്ക് പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ട്. എൻ്റെ പ്രിയൻ എന്ന്
പറയുന്നതായ ആ വാക്കുകൾ അത് ശലോമോനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രൈഡ് ഗ്രൂമിനെ ചിത്രീകരിച്ചുകൊണ്ടാണ് ആ എൻ്റെ പ്രിയൻ എന്നുള്ളതായ ആ കഥാപാത്രത്തെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് ആ പ്രിയൻ വിളിക്കുമ്പോൾ എൻ്റെ പ്രിയേ എന്ന് വിളിക്കുന്നതായ ആ വാക്ക് അല്ലെങ്കിൽ ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ശൂലേംകാരത്തിയായ ഒരു പെണ്ണായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അതാണ് ഇവിടുത്തെ ബ്രൈഡ്. അപ്പോൾ ബ്രൈഡും ബ്രൈഡ് ഗ്രൂമും തമ്മിലുള്ളതായ സംഭാഷണം, അവർ തമ്മിലുള്ളതായ ബന്ധം, അവർ തമ്മിലുള്ളതായ അടുപ്പം, അവർ തമ്മിൽ അകന്നിരിക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് എന്നുള്ളതായ കാര്യങ്ങളൊക്കെ ആ ലവ് ലാംഗ്വേജിൽ കൂടെ ഈ പുസ്തകത്തിൽ ശലോമോൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഒരു പാട്ടിൻ്റെ രൂപത്തിൽ. ആ പാട്ടുകളൊക്കെ നടക്കുമ്പോൾ ജീവിതത്തിലെ സ്റ്റോറികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോരോ സീനുകളായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ യെരുശലേം പുത്രിമാരിങ്ങനെ പാടുന്നു ഒരു വശത്ത്, അപ്പോൾ ഈ ഓരോരുത്തർ അവരുടെ സ്റ്റോറികളൊക്കെ പറയുന്നതായ സീനുകൾ ഒക്കെ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ഈവൻ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ സ്വപ്നത്തിൽ കാണുന്നതായ കാര്യങ്ങളൊക്കെ ഒരു ഉറങ്ങിക്കിടക്കുന്നതായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവൾ കിടക്കുമ്പോൾ ഓരോരോ പഴയ ചരിത്രത്തിലേക്കൊക്കെ പോകുന്നു, പഴയ കാര്യങ്ങളൊക്കെ റിമെമ്പർ ചെയ്യുന്നു, ഉണരുമ്പോൾ ഇതെല്ലാം ഉറക്കം വരുന്നല്ലോ എന്നുള്ളതായ ചിന്തയിലേക്ക് അവർ വരുന്നതായിട്ട് ഒക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഗീതങ്ങൾ വളരെ മനോഹരമായിട്ട് രാജധാനിയിൽ ചൊല്ലുകയും പാടുകയും നൃത്തശാലകൾ പോലെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതായ സമയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളതായ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഗീതമാണ് ഇത്. ശലോമോനും തൻ്റെ പ്രിയയുമായിട്ടുള്ളതായ ഈ സംഭാഷണവും ഇടപെടലും അല്ലെങ്കിൽ ബന്ധവും ഒക്കെ സൂചിപ്പിക്കുന്നതായ ഈ പാട്ടാണ് നമ്മൾക്ക് ഇവിടെ ഈ ഉത്തമഗീതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ അതിന് മുമ്പ് തന്നെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 45-ാം സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ അവിടെയും ഒരു പ്രേമഗീതം എന്നുള്ള ഒരു സങ്കീർത്തനമാണ് എഴുതിയിരിക്കുന്നത്. അവിടെ സാധാരണയായിട്ട് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ, വിവാഹത്തിന് പോകുമ്പോൾ മക്കളെയൊക്കെ അനുഗ്രഹിച്ച് വിടുന്നതായ വാക്കുകൾ ചേർത്തുകൊണ്ട് മനോഹരമായ താളമേളങ്ങളോടുകൂടെ പാടുന്നതായ ഒരു സങ്കീർത്തനമാണ് 45-ാമത്തെ സങ്കീർത്തനം. എന്നാൽ അതിനേക്കാട്ടിലൊക്കെ മേലായ രീതിയിലാണ് ശലോമോൻ്റെ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത് എന്ന് നമ്മൾക്ക് അറിയുവാനായിട്ട് സാധിക്കും. ഏതൊരു വിവാഹത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാലും അവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ബ്രൈഡ് ആണ്. ബ്രൈഡ് എന്ന് പറയുമ്പോൾ പെൺകുട്ടി ഒരുങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് എങ്ങനെയാണ്, കളർ എങ്ങനെയാണ്, തലമുടി എങ്ങനെയാണ്, ഒരുക്കങ്ങൾ ഏതൊക്കെയാണ്, ചെരുപ്പ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ മേക്കപ്പുകളൊക്കെ വളരെ ആൾക്കാർ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വിവാഹ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ബ്രൈഡ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ബ്രൈഡ് ഗ്രൂം എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടിയെപ്പോലെ അത്രമാത്രം ആൾക്കാരുടെ കൂടെ ഒന്നും സമയമെടുത്ത് നടന്നു വരുന്നില്ല. അവൾ മുമ്പേ കടന്നു വന്ന് അവിടെ ബ്രൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവനിട്ടിരിക്കുന്നതായ ഷൂവോ പാൻറ്റോ ഡ്രസ്സോ ഒന്നും ഈ ബ്രൈഡിനെ പോലെ അത്ര ഇമ്പോർട്ടൻ്റായിട്ട് ആരും കണക്കാക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇന്നത്തെ കാലത്തും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഉത്തമ ഗീതത്തിൻ്റെ 1-ാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 1-ന്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു ചിത്രമാണ്. യെരുശലേം പുത്രിമാരെ, ഞാൻ കറുത്തവൾ, എങ്കിലും കേദാര്യ കൂടാരങ്ങളെപ്പോലെയും ശലോമോൻ്റെ തിരശ്ശീലകളെപ്പോലെയും അഴകുള്ളവൾ ആകുന്നു. അപ്പോൾ യെരുശലേം പുത്രിമാരൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്ത് പാട്ടുപാടിക്കൊണ്ട് നിൽക്കുമ്പോൾ അവളോട് ഈ ശൂലേംകാരത്തി
പറയുക എന്നായ വാക്കാണ് ഈ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് ഒരു സംഭാഷണമായിട്ട് അല്ലെങ്കിൽ ഒരു പാട്ടായിട്ട് അവർ പാടുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇവൾ ഒരു പാട്ടായിട്ട് പാടുന്നത്. ഇവിടെ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? യെരൂശലേം പുത്രിമാരെ ഇവൾ പറയുകയാണ്, ശൂലേംകാരത്തി ഇവൾ അവരോട് പറയുകയാണ്, ഞാൻ കറുത്തവൾ എങ്കിലും എന്ന് പറയുമ്പോൾ അവളുടെ നിറം ഇപ്പോൾ കറുത്തിരിക്കുന്നതായ ഒരു അന്തരീക്ഷത്തിലാണ്. അവൾ കറുത്തവളായിട്ടാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. സാധാരണ യഹൂദന്മാരൊക്കെ നല്ല വെളുത്ത കളർ ഉള്ളവളായിരിക്കുമ്പോൾ ഇതാ ഇവിടെ ഈ പെൺകുട്ടി കറുത്തവളായിരിക്കുന്നു. അവൾക്ക് തന്നെ ഒരു ഫീലിംഗ് തോന്നി, ഇവരൊക്കെ അങ്ങനെ ചിന്തിക്കുമല്ലോ, അതിനൊരു എക്സ്പ്ലനേഷൻ എനിക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ പറയുകയാണ്, ഞാൻ കറുത്തവളാണ് എങ്കിലും എന്ന് പറയുന്ന ആ വാക്കിന് വളരെ അർത്ഥമുണ്ട്. കേദാര്യ കൂടാരങ്ങളെ പോലെയും ശലോമോൻ്റെ തിരശ്ശീലകളെ പോലെയും അഴകുള്ളവളാകുന്നു എന്നാണ് അവൾ പറയുന്നത്. ഇവിടെ സാധാരണയായിട്ട് ചില ഈവൻ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സ്വഭാവത്തിലുള്ളതായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രൗഢിയോടുകൂടെ ധൈര്യത്തോടുകൂടെ അല്ലെങ്കിൽ കോൺഫിഡൻസോടുകൂടെ ഒരു കാര്യവും ചെയ്യുവാനായിട്ട് സാധ്യമാകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ ഒരു ക്വാളിറ്റിയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ നിറം എന്ത് തന്നെ ആയിരുന്നാലും അത് ദൈവം തന്നതാണ്. അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല. ഇത് അഴകുള്ള നിറമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. വെളുത്ത നിറമായാലും കറുത്ത നിറമായാലും ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിലാണ്. എൻ്റെ ഈ ശരീരം ദൈവത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിലുള്ളതാണ്. അല്ലെങ്കിൽ ഹീ ഈസ് ദി ആർക്കിടെക്റ്റ് ഓഫ് മൈ ബോഡി എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന് ഇതിനെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. നമ്മളിൽ കൂടെ ചെയ്യേണ്ട കാര്യമൊക്കെ ദൈവം ചെയ്യും എന്നുള്ളതായ ആ ബോധ്യവും കോൺഫിഡൻസും അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസും നമ്മൾക്ക് തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ പൈതങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും പറയുകയാണ്, അല്ലെങ്കിൽ പേരൻസ് തന്നെ പറയുകയാണ്, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ഫ്യൂച്ചർ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ആകുന്നതായ പല ചരിത്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മക്കളെയും നമ്മളുടെ കൂട്ടുകാരെയും നമ്മളുടെ സഹപ്രവർത്തകരെയും നമ്മളോട് കൂടെ ഉള്ളവരെയൊക്കെ നാം ഉത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. ഒരിക്കലും ഡിസപ്പോയിൻ്റ് ചെയ്യുന്നതായ വാക്കുകൾ പറഞ്ഞ് അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് എന്നുള്ളത് ഇവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അവൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ കറുത്തവളാണ് എന്ന് എനിക്ക് അറിയാം, എന്നാൽ അതൊരു അഴകുള്ള കറുപ്പാണ്. ഇവിടെ ഞാൻ വളരെ പ്രൗഢിയോടുകൂടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നാണ് ഈ ശൂലേംകാരത്തി പറയുന്നത്. ഇനിയും 6-ാമത്തെ വാക്യം നമ്മൾ നോക്കാം. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കയാലും എന്നെ തുറിച്ച് നോക്കരുത്. അപ്പോൾ ആ സദസ്സിലേക്ക് ഇവൾ കടന്നു ചെന്നപ്പോൾ ഈ ശൂലേംകാരത്തി ഇവരെല്ലാം ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. ഈ കറുത്ത പെണ്ണെങ്ങനെയാണ് ഇവിടെ വന്നത്? ഈ കറുത്ത പെണ്ണ് ശലോമോന് എങ്ങനെയാണ് അവൻ്റെ കണ്ണിൽ ഇഷ്ടപ്പെടുവാനായിട്ട് കാര്യമായി തീർന്നു എന്നൊക്കെയുള്ളതായ ആ ക്യൂരിയോസിറ്റിയോടുകൂടെ ഇങ്ങനെ തുറിച്ച് നോക്കുമ്പോൾ അവൾ പറയുകയാണ്, എന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങനൊന്നും തുറിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അഴകുള്ളവളാണ്, കറുത്തവളാണ് എങ്കിൽ തന്നെയും. എന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. അതും ഇതൊരു ഗീതമായതിനാൽ അതൊരു പാട്ടിലൂടെ ആണ് ഇവളും തിരിച്ച് പറയുന്നത് എന്ന് നമ്മളുടെ മനസ്സിൽ കാണണം. അപ്പോൾ ആ പാട്ട് കച്ചേരിയിൽ ആ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ പാട്ടിൻ്റെ വാക്കുകളൊക്കെ അതേ താളത്തിലും മേളത്തിലും ഒക്കെ ആണ് ഇത് പറയുന്നത് എന്ന് നമ്മളുടെ മനസ്സിൽ ചിന്തിക്കണം. അവൾ പറയുകയാണ്, എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തില്ല താനും. അപ്പോൾ ഈ കഥാപാത്രങ്ങളുടെ
മധ്യത്തിൽ ഇവൾ തന്നെ തൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയുകയാണ്. അവൾ പറയുന്നത് എന്താണ്? എൻ്റെ സാഹചര്യം ഇങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ എൻ്റെ ഈ കറുത്ത നിറം എനിക്ക് കിട്ടിയത്, ഇങ്ങനെയല്ലായിരുന്നു ഒറിജിനലി എൻ്റെ ശരീരം എന്നാണ് അവൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു. അപ്പോൾ എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്ന് പറയുമ്പോൾ 2 സഹോദരന്മാർ ഉണ്ടായിരുന്നു. ആയിരിക്കണം മൂത്തവൾ. അപ്പോൾ ഇളയ 2 ആങ്ങളമാർ ഉണ്ടായിരിക്കണം. അവരെല്ലാവരും കെയർലെസ്സായിട്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ ഇവളോട് കോപിച്ച്, വീട്ടിലെ മൂത്തവൾ ആയതുകൊണ്ട് വീട്ടുകാര്യങ്ങൾ എല്ലാം ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി അവളെ ഏൽപ്പിച്ചിട്ട് മറ്റവരെല്ലാം ഇങ്ങനെ ഉഴപ്പി നടക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾക്ക് അനുമാനിക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയി കാണണം, പിന്നെ പുത്രന്മാരും അപ്പനുമൊക്കെ തങ്ങളുടെ കാര്യം നോക്കി പോകുമ്പോൾ മൂത്ത മകളായ ഇവൾക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്താണ് ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്? എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാനും എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഈ മുന്തിരിത്തോട്ടങ്ങൾ ഒക്കെ പാട്ടമെടുത്തുകൊണ്ട്, അപ്പോൾ വസ്തു നമ്മളുടെ സ്വന്തമല്ല, എന്നാൽ ഇതിൽ മുന്തിരിത്തോട്ടങ്ങളൊക്കെ കൃഷി ചെയ്തിട്ട് അതിന് കാവൽ ചെയ്ത് അതിൻ്റെ പാട്ടമായിട്ട് ഈ രാജാവിന് അതിൻ്റെ ഒരു അംശം കൊടുക്കണം, പാട്ടമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ലീസ് ചെയ്യുമ്പോൾ ഒരു വർഷം അതിൻ്റെ വിളവെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം രാജസന്നിധിയിൽ കൊടുക്കണം എന്നുള്ളതായിരുന്നു നിയമം. അങ്ങനെയുള്ളതായ ഒരു മുന്തിരിത്തോട്ടം ഒരു ലീസിനെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ എടുത്തപ്പോൾ ഈ ഇളയ ആങ്ങളമാരെല്ലാം അവരുടെ കാര്യം നോക്കി അവർ പോവുകയും ഈ മൂത്ത സഹോദരി വീട്ടുകാര്യങ്ങളെല്ലാം ഭാരം എല്ലാം എടുത്തുകൊണ്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് അവരെയൊക്കെയും പോറ്റി പുലർത്തുകയും തോട്ടം പോറ്റി പുലർത്തുകയും ചെയ്തതിനാൽ എന്താണ്, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാനും എന്ന് പറയുമ്പോൾ, അവിടെ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം എന്ന് പറയുമ്പോൾ എൻ്റെ ഈ ശരീരം ഞാൻ കാത്തിട്ടില്ല. അത് വെയിൽ കൊണ്ട് കറുത്ത് ഇങ്ങനെ നിറം മങ്ങിപ്പോയതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് വീടുകളിൽ ഒക്കെ മൂത്തവരാണല്ലോ കൂടുതൽ വീടിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ചെയ്യുന്നത്. എന്നാൽ പുറകാലെ വരുന്നതായ ആൾക്കാരൊക്കെ ആ കാര്യങ്ങളൊന്നും സാധാരണയായിട്ട് മനസ്സിലാക്കാറില്ല. എന്നാൽ മനസ്സിലാക്കുന്നവരുണ്ട് എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ആ ഒരു ആശയമാണ് ഇവൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞതായ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ 8-ാം അധ്യായം, ഈ ഉത്തമഗീതത്തിലെ 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അല്പം കൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശലോമോന് ബാൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു. അതിൻ്റെ പാട്ടമായിട്ട് ഓരോരുത്തൻ 1000 പണം വീതം കൊണ്ട് വരേണ്ടിയിരുന്നു. എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം എൻ്റെ കൈവശം ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ശലോമോൻ സാധാരണയായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ പുസ്തകത്തിൽ ഈ സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ശലോമോൻ രാജാവായി കഴിഞ്ഞു. അവന് എല്ലാ ഫീൽഡിലും ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ഇതിനകത്തെല്ലാം റിസർച്ച് ചെയ്ത് അതെല്ലാം മനസ്സിലാക്കിയതായിട്ട് അവിടെ നമ്മൾ പഠിക്കുകയുണ്ടായി. അതായത് കൃഷി കാര്യങ്ങളിൽ ഉള്ളതായ റിസർച്ചുകൾ അവൻ ചെയ്തു. മൃഗങ്ങളെക്കുറിച്ച് അനേക പുസ്തകങ്ങളൊക്കെ എഴുതി. ഏതെല്ലാം തരത്തിലുള്ളതായ മൃഗങ്ങളുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ബ്യൂട്ടിയെ, അതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം അതിനെക്കുറിച്ച് എഴുതി. സസ്യങ്ങളെക്കുറിച്ച്, ഫ്ലവേഴ്സിനെക്കുറിച്ച്, മരങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഈ ഭൂപ്രദേശങ്ങളെക്കുറിച്ചൊക്കെ എഴുതാനുള്ളതായ മറ്റ് വിഷയം ഇല്ലാത്തതുപോലെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അവൻ റിസർച്ച് ചെയ്ത് എഴുതി. കൂടാതെ അവൻ അനേകം മുന്തിരി തോട്ടങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു രാജ്യത്ത് ഇൻകം വരാൻ വേണ്ടി. അപ്പോൾ അതുമാത്രവുമല്ല, അവൻ കുതിരകളെ ഒക്കെ ഈ ഈജിപ്തിൽ നിന്നും പോയിട്ട് കൊണ്ടുവന്നിട്ട് അതിനെയൊക്കെ വിറ്റ് ആ ലാഭം ഉണ്ടാക്കുന്ന, ഇങ്ങനെ വളരെ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ രാജ്യത്ത്
ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്നതായ കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. അങ്ങനെയുള്ളതിൽ ഒരു കാര്യമാണ് ഈ ദേശമൊക്കെ ചുമ്മാതെ കിടക്കുമ്പോൾ അവിടെ മുന്തിരിത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഓരോരുത്തരെയും അത് ഏൽപ്പിക്കുക, ആ കൃഷി ചെയ്തിട്ട് ഒരു ഭാഗം രാജാവിന് അവർക്ക് കൊടുക്കുക എന്നുള്ളതായ ഒരു സമ്പ്രദായമാണ് ഈ ശലോമോൻ ഏർപ്പെടുത്തിയത്. അങ്ങനെയുള്ളതായ കാര്യമാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശലോമോന് ബാൽഹമോനിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു. അതിൻ്റെ പാട്ടമായിട്ട് ഓരോരുത്തൻ 1000 പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു. അങ്ങനെ ഈ ശലോമോൻ രാജാവിൻ്റെ കാലത്ത് ആവശ്യം പോലെ പണമുണ്ടായിരുന്നു. ജനങ്ങളെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ച് ഈ ലീസ് ചെയ്യുന്നത് പോലെ ലാൻഡൊക്കെ കൊടുത്തിട്ട് പണമൊക്കെ രാജധാനിയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയുള്ളതായ പണമാണ് അവൻ ചെലവാക്കിയത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് അവൻ്റെ മകൻ്റെ സമയം ആയപ്പോഴേക്കും ആ പണത്തിൻ്റെ നിലവാരമൊക്കെ താണതായിട്ടാണ് ചരിത്രത്തിൽ നമ്മൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ളതായ മുന്തിരിത്തോട്ടങ്ങൾ ഒക്കെ വെച്ച് പിടിപ്പിക്കുകയും അത് കാണുവാനായിട്ട് പോവുകയും അതുപോലെ തന്നെ വിനോദസഞ്ചാരങ്ങൾക്ക് വേണ്ടി ഒക്കെ വേഷം മാറിപ്പോകുന്നതായ സ്വഭാവങ്ങൾ ഒക്കെ ഈ ശലോമോന് ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും രാജ്യത്തെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കുന്നതിനും ഇന്നത്തെ പോലെ നമ്മളെ ജീൻസോ അല്ലെങ്കിൽ നാടൻ വേഷങ്ങളൊക്കെ ഇട്ട് ദേശമൊക്കെ സഞ്ചരിക്കാനായ സ്വഭാവവും ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതായ യാത്രയിലാണ് ഈ ശൂലേമി എന്നുള്ളതായ പെൺകുട്ടിയെ കണ്ട് മുട്ടുന്നതും അവിടെ വെച്ച് അവരുടെ ജീവിതത്തിൽ ഈ ലവ് അഫെയർ ഉണ്ടാകുന്നതും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ പറയുമ്പോൾ നമ്മൾക്ക് കാണുന്നതായ ഒരു പട്ടണത്തെക്കുറിച്ച് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, എൻ്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരി തോട്ടത്തിലെ മൈലാഞ്ചി പൂക്കുല പോലെ ഇരിക്കുന്നു എന്ന് അവൾ പറയുന്നതായിട്ട് കാണുന്നു. ഇവിടെ ഈ എൻഗതി എന്നുള്ളതായ ഈ പ്രദേശത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ബൈബിളിൽ പഠിക്കുവാനായിട്ട് ഇടയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ശലോമോൻ്റെ പിതാവായ ദാവീദ് ശൗലിനെ ഭയന്ന് ഓടി പോയി ഒളിച്ചിരുന്നതായ ഒരു സ്ഥലമാണ് ഈ എൻഗതി എന്ന് പറയുന്നതായ സ്ഥലം. അപ്പോൾ ഈ ശുലേമി താമസിച്ചിരുന്ന സ്ഥലത്തിനടുത്താണ് ആ എൻഗതി എന്ന് പറയുന്നതായ സ്ഥലം. അവിടെ മനോഹരമായ പൂക്കളും ഒക്കെ ഉള്ളതായ സ്ഥലങ്ങൾ ആയിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ തൻ്റെ പിതാവ് യാത്ര ചെയ്തതായ സ്ഥലങ്ങൾ, തൻ്റെ പിതാവിൻ്റെ ചരിത്രമൊക്കെ നോക്കിയിട്ട് ഒളിച്ചിരുന്നതായ സ്ഥലങ്ങൾ, അവിടെയൊക്കെ പോവുകയും കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നതായ സ്വഭാവങ്ങൾ ഈ ശലോമോന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. അത് ചാവുകടലിന്, ഡെഡ് സീക്ക് സമീപമുള്ളതായ ഒരു സ്ഥലമാണ് ഈ എൻഗതി എന്ന് പറയുന്നത്. അവിടെയാണ് തൻ്റെ പിതാവ് ഒരു കാലത്ത് ശത്രുക്കളെ ഭയന്ന് അല്ലെങ്കിൽ ശൗലിനെയൊക്കെ ഭയന്ന് ഒളിച്ചിരുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചാപ്റ്റർ 2 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ചില പ്രയോഗങ്ങളൊക്കെ നമ്മൾക്ക് കാണുന്നത് വളരെ എടുത്തു പറയേണ്ടതായ കാര്യമാണ്. അവർ തമ്മിലുള്ളതായ സ്നേഹത്തിൻ്റെ ചില വാക്കുകൾ ഇവിടെ എടുത്തു പറയുന്നതായ ഒരു കാര്യമാണ്. അത് നമ്മളുടെ പ്രസംഗങ്ങളിലൊക്കെ മിക്കവാറും കേൾക്കുന്നതായ വചനവുമാണ്. 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം അവിടെ പറയുമ്പോൾ, കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു, കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു എന്ന് പറയുന്നതായിട്ട് നമ്മൾക്ക് കാണുന്നു. അതുപോലെ തന്നെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുചെന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇങ്ങനെയുള്ളതായ വാക്യങ്ങൾ വളരെ മനോഹരമാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവളായിരുന്നു, മുന്തിരിത്തോട്ടം കാക്കുന്നവളായിരുന്നു.
അതുപോലെ തന്നെ ആടുകളെയൊക്കെ മേയ്ക്കുന്നതായ ഒരു ആട്ടിടയും ആയിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ വളരെ അധ്വാനത്തോടും ക്ഷീണത്തോടും പ്രയാസത്തോടും കൂടെ ഒക്കെ ഈ ലോകത്തിൽ ജീവിച്ചതായ ഒരു പെൺകുട്ടിയാണ് ഈ ശുലേമി എന്ന് പറയുന്ന അവൾ. ഇവിടെ നമ്മൾക്ക് ഈ കാര്യങ്ങൾ കാണുമ്പോൾ എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോയി, എൻ്റെ മേൽ പിടിച്ചിരുന്നതായ കൊടി സ്നേഹമായിരുന്നു എന്ന് അവരുടെ ഭാഷയിൽ ഈ ഗീതത്തിൽ അങ്ങനെ പറയുന്നു എങ്കിൽ തന്നെയും നമ്മളുടെ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് ആപ്ലിക്കബിൾ ആയി കാണുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട് അവിടെ ഈ പ്രിയനെ കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ജീവിതം അധ്വാനത്താലും പ്രയാസത്താലും ഈ ജീവിതത്തിലെ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും എന്ന് ഒക്കെ ഓർത്തുകൊണ്ട് അധ്വാനിച്ചും ഭാരം ചുമക്കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ വാക്ക്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സഭയെ അല്ലെങ്കിൽ തൻ്റെ കാന്തയെ അടുക്കലേക്ക് വിളിച്ച് ആശ്വസിപ്പിക്കുന്നതായ ഒരു പ്രാണനായകനായ യേശുവിനെയാണ് ഈ വചനത്തിൽ കൂടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 1 അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ്: എൻ്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക, നീ ആടുകളെ മേയിക്കുന്നത് എവിടെ? ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ? നിൻ്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയവളെ പോലെ ഇരിക്കുന്നത് എന്തിന്? ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് തന്നെ കണ്ടുമുട്ടുമ്പോൾ തൻ്റെ പ്രിയനോട് ചോദിക്കുക. നീ ഒരു ആടിനെ വളർത്തുന്നവനാണല്ലോ, ഒരു ആട്ടിടയനാണല്ലോ. ആ ഒരു വേഷത്തിലാണ് അവളെ കണ്ടുമുട്ടുന്നത്, അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, നിൻ്റെ ഈ ആടുകളൊക്കെ എവിടെയാണ്? നിൻ്റെ കൂടെ ആടുകളൊന്നുമില്ലല്ലോ, അത് എവിടെയാണ് ആടുകൾ? അത് എവിടെയാണ് നീ തീറ്റി കൊടുക്കുന്നത്? എവിടെയാണ് കെട്ടിയിരിക്കുന്നത്? എങ്ങനെയാണ് അതിനെ വളർത്തുന്നത്? അവിടെ കിടത്തുന്നത് എവിടെയാണ് ഈ ആടുകളെ എന്നൊക്കെ അവൾ ചോദിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടും ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, നീ എപ്പോഴാണ് ഈ രാജ്യം ഒക്കെ യഥാസ്ഥാനപ്പെടുത്തുന്നത് എന്നുള്ളതായ ചോദ്യം. അപ്പോൾ കംപ്ലീറ്റ്ലായിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയൻ ചെയ്യാൻ പോകുന്നത് എല്ലാം ഒന്നും പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ യേശു അവിടെ ആ വിഷയം അങ്ങ് മാറ്റിയിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട, അത് നമ്മളുടെ ദൈവം എല്ലാം തക്ക സമയത്ത് നല്ലവണ്ണം ചെയ്യും എന്ന് പറഞ്ഞിട്ട് തൻ്റെ രാജ്യത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും വിഷയം മാറ്റി അവിടെ സംസാരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ശലോമോനും യേശുവിന് സദൃശ്യമായിട്ട് അല്ലെങ്കിൽ ഒരു നിഴലായിട്ട് നിൽക്കുന്ന ശലോമോൻ നോക്കുക, അവൾ ചോദിക്കുന്നതായ ചോദ്യമാണ്, നീ ആടുകളെ, 7-ാമത്തെ വാക്യം, എൻ്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക, നീ ആടുകളെ മേയിക്കുന്നത് എവിടെ? ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ? നിൻ്റെ ചെങ്ങാതിമാരുടെ കൂട്ടങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയവളെ പോലെ ഇരിക്കുന്നത് എന്തിന് എന്നുള്ളതായ ചോദ്യമാണ് ചോദിക്കുന്നത്. എന്നാൽ തൻ്റെ പ്രിയൻ ആ വിഷയത്തിന് മറുപടി കൊടുക്കാതെ പറയുകയാണ്, സ്ത്രീകളിൽ അതിസുന്ദരിയെ, നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവടെ തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോവുകയും മറ്റുള്ള ആ ആൻസർ ശരിയായിട്ട് കൊടുക്കാതെ വേറൊരു വിഷയത്തിലേക്ക് തിരിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ യേശുവിനോട് തൻ്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സഭയെ, കാന്തയെ റെപ്രസെൻ്റ് ചെയ്യുന്നതായ ശിഷ്യന്മാർ ചോദിച്ചു, നീ എവിടേക്കാണ് പോകുന്നത്? നീ പോകുന്ന വഴിയെ കൂടെ എനിക്ക് വരാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ പോകുന്ന വഴിയെ നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യമാകുകയില്ല.
അപ്പോൾ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, ഞാൻ പോയാൽ മടങ്ങി വരും എന്നുള്ളതായ ഒരു പ്രോമിസ് കൊടുത്തുകൊണ്ടാണ് നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ആ സ്നേഹത്തിൽ, നമ്മളിവിടെ സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവും തൻ്റെ സഭയ്ക്ക് ആ സ്നേഹത്തോടു കൂടെയുള്ളതായ വാക്കുകളാണ് എല്ലായ്പ്പോഴും പറയുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരിക എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറായിട്ടുള്ള കാര്യം, യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള കാര്യം, അതൊന്നും യേശു പറഞ്ഞു കൊടുക്കുന്നില്ല. അതൊക്കെ പിതാവിൻ്റെ കാര്യത്തിൽ ഉള്ളതായ കാര്യങ്ങളാണ്. ഇനിയും ഈ ഗീതത്തിലെ മറ്റൊരു സീൻ എന്ന് പറയുന്നത് 3-ാമത്തെ അധ്യായത്തിലാണ് നമുക്ക് കാണുന്നത്. ആ 3-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ലതാനും. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു. വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ലതാനും. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാരനെ കണ്ടു. എൻ്റെ പ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരെ വിട്ട് കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു. ഞാൻ അവനെ പിടിച്ചു എൻ്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചറിയിലേക്കും കൊണ്ടുവന്നു എന്ന് പറയുന്നതായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ തന്നോട് കൂടെ ഉണ്ടായിരുന്നതായ പ്രാണപ്രിയനെ അവിടുത്തെ പെട്ടെന്ന് കാണാതെ പോകുന്നതായ ഒരവസ്ഥ, കുറേ സമയങ്ങളിലേക്ക് കാണാതെ പോകുന്നതായ ഒരു അവസ്ഥയിലാണ് നമ്മൾക്ക് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ആക്ച്വലി ഇവൾ ഒരു ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിലൊരു ഡ്രീം അവൾ കണ്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എന്നോട് കൂടെ ഉണ്ടായിരുന്നതായ എൻ്റെ പ്രാണപ്രിയൻ ഇതാ ഇപ്പോൾ കാണുന്നില്ല. അവൾ ആ ഉറക്കത്തിൽ ആ കിനാവിൽ കൂടെ അവൾ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുകയാണ്. അവിടെ ഇവിടെയെല്ലാം അന്വേഷിക്കുകയാണ്. ഒടുവിൽ അവിടെ ഇങ്ങനെ കണ്ടെത്തുന്നു. ഇതൊക്കെ ഡ്രീമിൽ കൂടെ അവൾ കാണുന്നതായ സംഭവമാണ്. എന്നാൽ ആ പ്രസൻസ് അവൾക്ക് അനുഭവിക്കുവാനായിട്ട് കുറേ സമയങ്ങളിലേക്ക് സാധിക്കുന്നില്ല. കാരണം അവളുടെ ഉള്ളിലുള്ളതായ ആ സ്നേഹം നിമിത്തം അവൾക്ക് ഉറക്കം വരുന്നില്ല. അതിൻ്റെ പുറകെ കണ്ടെത്തുന്നത് വരെ ഓടി നടക്കുന്നതായ ഒരു മാഡ് ലവ് അല്ലെങ്കിൽ ക്രേസി ലവ് എന്നാണ് ഇതിന് ചിലരൊക്കെ പേര് വിളിക്കുന്നത്. ഉറക്കത്തിൽ പോലും കിടന്നുറങ്ങുവാൻ പാടില്ലാതെ അങ്ങനെ ഉള്ളതായ ഒരു പെൺകുട്ടിയാണ് ഇവിടെ നമ്മൾക്ക് ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രസൻസും ഇതുപോലെ തന്നെയാണല്ലോ. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും സഹായിച്ചു. അപ്പോൾ അങ്ങനെ സഹായിച്ച് അങ്ങനെ സ്നേഹിച്ചിരുന്നതായ യേശു തൻ്റെ മരണം ക്രൂശിൽ വഹിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്കെല്ലാം വളരെ ഉത്കണ്ഠയുണ്ടായതായിട്ട് കാണുന്നു. എവിടെയാണ് യേശു? ഇനി അവനെ കാണുവാനായിട്ട് സാധിക്കുമോ? അവൻ എപ്പോഴാണ് ഞങ്ങളുടെ കൂടെ വരുന്നത്? എപ്പോഴാണ് അവൻ രാജ്യം സ്ഥാപിക്കുന്നത്? ഇതുവരെയും അവൻ്റെ കൂടെ നടന്നതെല്ലാം വെറുതെയായി പോയോ എന്നൊക്കെ ഉള്ളതായ ഉത്കണ്ഠ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, എംബൗസിലേക്ക് പോകുന്നതായ ശിഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നമ്മൾക്കറിയാം ആ ഭാഗം. നമ്മൾ ഫോളോ ചെയ്തിരുന്നതായ യേശു, നമ്മളുടെ പ്രാണപ്രിയനായിരുന്നതായ യേശു, നമ്മളെ സഹായിച്ചിരുന്നവനായ യേശു, രോഗികളെ സൗഖ്യമാക്കിയവനായ യേശു, എല്ലാറ്റിനും മീതെ നമ്മളെ സ്നേഹിച്ചിരുന്ന യേശു ഇതാ മരിച്ചിരിക്കുന്നു. അവൻ്റെ പ്രസൻസ് ഇപ്പം നമ്മളോടുകൂടെ ഇല്ലാത്തത് കൊണ്ട് അവരങ്ങനെ വളരെ ഉത്കണ്ഠാഭരിതരായിട്ട് പോകുമ്പോഴാണ് യേശു അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു ഈ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്നിട്ട് ഒടുവിലായിട്ട് അവരുടെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് തിരിയുമ്പോൾ പോകുവാനായിട്ട് ഭാവിക്കുന്നു. ഞങ്ങളോടുകൂടെ ഇന്ന് പാർക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരോടുകൂടെ ചെല്ലുന്നു. എന്നിട്ട് യേശു ആ അപ്പവും എടുത്ത് നുറുക്കി വാഴ്ത്തി അവർക്ക് കൊടുത്ത് അവരെ അവരുടെ ഹൃദയത്തിൽ ആ റിമംബറൻസ് ഉണ്ടാകുന്നു.
ഇതൻ നമ്മുടെ കർത്താവായ യേശുവാണല്ലോ എന്നുള്ളതായ ആ വിചാരവും ചിന്തയും അവരുടെ ജീവിതത്തിൽ വന്നു. അങ്ങനെ വന്നതിന് ശേഷമായിട്ട് അവൻ ഡിസപ്പിയർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പിക്ചറും നമ്മൾ ഇവിടെയുള്ളതായ പിക്ചറും കൂടെ നമ്മൾ കമ്പയർ ചെയ്താൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും അവൻ്റെ അപ്പിയറൻസിനെ കുറിച്ചും അവൻ്റെ ഡിസപ്പിയറൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾക്ക് താരതമ്യപ്പെടുത്തി പഠിക്കുവാനായിട്ട് സാധിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 23-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇവിടെ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇയ്യോബ് വളരെ പ്രതിസന്ധിയിലായിരിക്കുന്നതായ സമയം. രോഗം മൂർച്ഛിച്ച് ദേഹം എല്ലാം വ്രണം ആയിട്ട് ഓട്ട് കഷ്ണം കൊണ്ട് ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരല്ല തൻ്റെ കൂട്ടുകാർ എല്ലാം തന്നെ ദുഷിച്ച് പറയുന്നു, വളരെ സ്നേഹിച്ചിരുന്നവർ. അപ്പോൾ താൻ പറയുന്നതായ ഒരു വാക്യമാണ് ഇവിടെ നമുക്ക് 23:8 കാണുന്നത്. ആ വേദനയുടെ മധ്യത്തിൽ അവൻ പറയുകയാണ് തൻ്റെ അനുഭവത്തിൽ നിന്നും, ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെയില്ല. ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ഞാൻ എൻ്റെ ഈ വേദനയിൽ കിഴക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവൻ അവിടെയില്ല എന്നാണ് പറയുന്നത്. പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയുമില്ല. ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. തെക്കോട്ട് ചെന്നാൽ അവൻ തിരിയുന്നു, അവിടെയും എനിക്ക് പ്രത്യക്ഷനാകുന്നില്ല. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നാണ് ഇയ്യോബ് തൻ്റെ വിശ്വാസത്തിൽ കൂടെ എടുത്ത് പറയുന്നത്. ഒരുപക്ഷെ നമ്മളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും ആ ടച്ചും ഉണ്ട് എങ്കിൽ തന്നെയും ചില സന്ദർഭങ്ങളിൽ ഈ ഇയ്യോബ് പറയുന്നത് പോലെ, എവിടെയാണ് യേശു? എൻ്റെ വിഷമഘട്ടത്തിൽ എന്നെ സഹായിപ്പാൻ അവൻ ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഈ ശലോമിയുടെ ജീവിതത്തിലും ശൂനേംകാരത്തിയുടെ ജീവിതത്തിലും ഇങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ അവനെ കാണുന്നില്ലല്ലോ എന്നുള്ളതായ വിഷമം, എൻ്റെ ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ, നിൻ്റെയും ജീവിതത്തിൽ ഏറ്റവും വിഷമമേറിയ സന്ദർഭത്തിൽ രോഗം മൂർച്ഛിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായ ആവശ്യമുള്ളപ്പോൾ, എൻ്റെ കർത്താവെ നീ എന്താണ് ഇറങ്ങി വരാത്തത്? നീ എന്താണ് എന്നെ ടച്ച് ചെയ്യാത്തത്? നിൻ്റെ കരമെന്താണ് എനിക്ക് കാണാൻ പാടില്ലാത്തത്? എന്നൊക്കെ ചിന്തിക്കുന്നതായ അവസരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അനുഭവങ്ങളായിട്ട് ഉണ്ടായേക്കാം. എന്നാൽ ഇയ്യോബ് പറയുന്നത് പോലെ, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, അവൻ എന്നെ കാണുന്നുണ്ട്, അവൻ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നുള്ളതായ വിശ്വാസം ഇയ്യോബിനുണ്ടായിരുന്നു. കുറേ കൂടെ കഴിഞ്ഞപ്പോൾ ആ ഒടുവിലത്തെ സമയം നമ്മൾക്കറിയാം, ദൈവം അവന് പ്രത്യക്ഷനാകുന്നു, അവനെ അനുഗ്രഹിക്കുന്നു. പഴയ അവസ്ഥയേക്കാൾ ഇരട്ടി അനുഗ്രഹം ഇയ്യോബിന് നൽകുന്നതായിട്ട് കാണുന്നു. ഇവിടെയും ആ പ്രിയൻ്റെ ആ സാന്നിധ്യം ഓർക്കുമ്പോൾ 1-2 സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. തൻ്റെ ബ്രൈഡ് ആയ അവൾ പ്രിയന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പ്രിയൻ്റെ അസാന്നിധ്യത്തിൽ വളരെ വറീഡായിട്ട് ചിന്തിക്കുന്നു, ഓടുന്നു, കാണുവാൻ വേണ്ടി നടക്കുന്നു എന്ന് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. അവിടെയും എല്ലായ്പ്പോഴും ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്ന് അവൻ നമ്മളെ അറിയുന്നു എന്നുള്ളതായ കാര്യം നമ്മൾ മനസ്സിലാക്കണം. 91-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവനെൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും ആകുന്നു എന്ന് പറയുവാൻ തക്കമുള്ള വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവൻ്റെ മറവിലാണ് നമ്മൾ എല്ലായ്പ്പോഴും വസിക്കുന്നത്. അവൻ ഒരു നിഴൽ പോലെ നമ്മളുടെ അടുത്തുള്ളത് കൊണ്ട് അവൻ്റെ നിഴലിൻ കീഴിൽ, ചിലപ്പോൾ ആ നിഴൽ കാണാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ നിഴലിൻ കീഴിൽ, ഒരു നിഴൽ ഒരു സാധനത്തിൻ്റെ അടുക്കൽ എങ്ങനെയുണ്ടോ അതുപോലെയാണ് ദൈവവും നമ്മളോട് കൂടെ അടുത്തുള്ളത് എന്ന് ആണ് അതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മളുടെ ജീവിതത്തിൽ
ചില സമയങ്ങളിൽ കാണാതെ വന്നാലും വറീഡാകാതെ വിശ്വാസത്തോടുകൂടെ നമ്മളുടെ പ്രിയൻ നമ്മെ ടേക്ക് കെയർ ചെയ്യും, നമ്മളെ നടത്തും, നമ്മളുടെ സ്ഥിതി മാറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകേണ്ടതാണ്. 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചത്. അത് ഒരു ഡ്രീമാണ് അവിടെ നമുക്ക് അവൾ കാണുന്നത് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. പ്രൈസ് ഗോഡ്. 3:11 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, സിയോൻ പുത്രിമാരെ, നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് ശലോമോൻ രാജാവിനെ അവൻ്റെ കല്യാണ ദിവസത്തിൽ, അവൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവൻ്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടുകൂടെ കാൺമീൻ എന്ന് പറയുമ്പോൾ അവളുടെ കല്യാണ ദിവസത്തെക്കുറിച്ചാണ് ഇവിടെ അവൾ പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ ഈ പ്രിയൻ്റെ കല്യാണ ദിവസം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും മനോഹരവും ഏറ്റവും സന്തോഷകരമായ ഒരു സംഗതിയാണ്. ഈ ഉത്തമഗീതത്തിൽ ആ പ്രിയൻ്റെയും പ്രിയയുടെയും കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈബിളിൽ അതിൻ്റെ ഒടുവിലായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നിരിക്കുന്നു എന്നുള്ളതായ ഒരു കാര്യമാണ്. ഈ ശൂലേംകാരത്തി ഒരു കാന്തന് വേണ്ടി കാത്തിരുന്നത് പോലെ നമ്മളും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള അനേക പാട്ടുകൾ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ഈ വിഷയങ്ങൾ ഓർത്ത് നമ്മളുടെ ഹൃദയത്തിൽ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മൾക്ക് ഇടയായിത്തീരും. പ്രൈസ് ഗോഡ്. അപ്പോൾ സഭ മണവാട്ടി, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നതായ മണവാട്ടിയെ വേളി കഴിക്കുവാൻ വേണ്ടി നമ്മളുടെ കാന്തൻ ആയ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരും. നമ്മൾ എടുക്കപ്പെടും. സ്വർഗത്തിൽ ആ കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കും. എന്നേക്കും നമ്മൾ അവിടെ മണവാട്ടിയായി വാഴും എന്നാണ് ബൈബിളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നതായ ആ കാര്യം ഓർക്കുമ്പോൾ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ കഷ്ടാനുഭവങ്ങൾ കൂടെ നടത്തുന്നത് ഉചിതം എന്ന് തോന്നി എന്ന് ഉള്ളതായ കാര്യം. അപ്പോൾ അനേകായിരം പുത്രന്മാരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, രാജ്യത്തിലേക്ക് നടത്തുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നത്. അപ്പോൾ അതിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളും ആ ആനന്ദ ദിവസത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഒരുങ്ങി ഇരിക്കണം എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. അതുപോലെ തന്നെ യേശു തന്നെ പറഞ്ഞതായ ആ ഉപമയിൽ പറയുന്നത് 10 കന്യകമാരുടെ ഉപമ. അത് ഒരു കല്യാണത്തോട് അനുബന്ധിച്ചാണ്. ഒരുങ്ങിയിരുന്നായ 5 കന്യകമാർ മണവാളിനോട് കൂടെ പോയി എന്ന് നമ്മൾ കാണുന്നു. മറ്റവർ വിളക്ക് എടുത്തുകൊണ്ട് അവരെപ്പോലെ ഇരുന്നുവെങ്കിൽ തന്നെയും അവരുടെ വിളക്കിൽ എണ്ണയില്ലാതെ ഇരുന്നതിനാൽ, പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഇരുന്നതിനാൽ, എക്സ്ട്രാ എണ്ണ എടുക്കാതെ ഇരുന്നതിനാൽ, ആ എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കാതെ അവർ മടിച്ചു നിന്നതിനാൽ, മറന്നുപോയതിനാൽ, ഉറങ്ങിപ്പോയതിനാൽ കുഞ്ഞാടിനോടുകൂടെ എടുക്കപ്പെടുവാൻ, പ്രിയനോടുകൂടി എടുക്കപ്പെടുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഉത്തമഗീത പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഈ ലവ് ലാംഗ്വേജ് ധാരാളമായിട്ട് ഇതിനകത്ത് ഉണ്ട്. എങ്കിൽ തന്നെയും അത് ബൈബിളിൽ ചേർക്കുവാനായിട്ടുള്ള കാര്യം, ഈ മനുഷ്യരുടെ ജീവിതത്തിൽ വിവാഹമെന്ന് പറയുന്നത് ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അഭേദ്യമായ ആ ബന്ധം ഉണ്ടായിരിക്കണം, അത് കീപ്പ് ചെയ്യണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവവും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. തൻ്റെ കാന്തയായിട്ട് ഇസ്രായേലിനെ ആദ്യം തിരഞ്ഞെടുക്കുന്നു. എന്നാൽ വീണ്ടും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു കാന്തയെ ശുദ്ധീകരിച്ചെടുത്ത് ഇവിടെ നമ്മൾ കാണുമ്പോൾ യെരുശലേം പുത്രിമാരെയാണ് ആദ്യം നമ്മൾക്ക് കാണുന്നത്. അവൾ ഒരു കറുത്തവളായിട്ടാണ് ഇവളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. അവൾ കറുത്തവൾ എങ്ങനെ അവിടെ ചെന്നു എന്ന് ചോദിക്കുമ്പോൾ
നമ്മൾക്ക് പുതിയ നിയമത്തിലെ ഒരു ചിന്താഗതി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന നല്ല കാന്തൻ ഇവിടേക്ക് വന്നപ്പോൾ ഈ വെളുത്തവരെ യഹൂദന്മാരെ മാത്രമല്ല അതിന് വെളിയിലേക്ക് പോയി നിറം നോക്കാതെ എല്ലാവരെയും കറുത്തവരെയും വെളുത്തവരെയും ഏത് കളറുള്ളവരെയും ദൈവസഭയിലേക്ക് മാടി വിളിക്കുന്ന ഒരു ചരിത്രമാണ് ഈ കറുത്തവളായ ഇവളെ രാജകൊട്ടാരത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ചിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സുവിശേഷം അറിയിച്ചുകൊണ്ട് ഈ കാന്തൻ്റെ മണവാട്ടിയായിട്ട് ഇന്ന് സഭയിലേക്ക് ആൾക്കാരെ ചേർത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഈ ലെസൺ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കാം. നമ്മളുടെ കാന്തൻ വേഗം വരുമ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണ ദിവസത്തിൽ ഒരുങ്ങിയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലെസൺ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച അടുത്ത ലെസണുമായിട്ട് നമ്മൾക്ക് മുൻപോട്ട് പോകാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.